ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അല്ലാഹു നൽകിയ ഉന്നതമായ അനുഗ്രഹങ്ങളെ അറിയിച്ചിടുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം, അതിനെ തിരഞ്ഞെടുക്കുന്നതിലാണ് വിജയം, അതാണ് സന്മാർഗത്തിൻ്റെ മാർഗം എന്ന കാര്യം അറിയിക്കുകയാണ്. وعلى الله قصد السبيل ومنها جائر ولو شاء لهداكم أجمعين. നേർമാർഗം അള്ളാഹുവിങ്കിലേക്ക് എത്തിച്ചേരുന്നതാണ്. ചില വഴികൾ വളഞ്ഞതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാവരെയും സന്മാർഗത്തിലാക്കുമായിരുന്നു. ഇതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ദുനിയാവിൽ രണ്ട് മാർഗമുണ്ടെന്ന കാര്യം അറിയിച്ചിരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിലെല്ലാം അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ പറ്റിയും മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ഉന്നത അനുഗ്രഹങ്ങളെ പറ്റിയും അറിയിച്ചു തന്നു. ഈ അനുഗ്രഹങ്ങളെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെപ്പറ്റി മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ, അള്ളാഹു ഏകനാണെന്നും അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലാണ് വിജയമെന്നും മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ യഥാർത്ഥമായ മാർഗത്തെ തിരഞ്ഞെടുക്കണം. വളഞ്ഞ മാർഗത്തെ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ല. നേരായ മാർഗമെന്ന് പറയുന്നത് അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന മാർഗമാണ്. അതാണ് സന്മാർഗത്തിൻ്റെ മാർഗമെന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായങ്ങളിലോട്ടും അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ അയച്ചു. വേദഗ്രന്ഥത്തെ അവർക്ക് ഇറക്കിക്കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശുദ്ധ ഖുർആനെ അള്ളാഹു ഇറക്കിത്തന്നു. അള്ളാഹു ജീവിച്ച് കാണിച്ചു തരാനായി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലോട്ട് അയച്ചു. ഇതെല്ലാം അല്ലാഹു തആല സന്മാർഗം കാണിച്ചു തരാനായി മനുഷ്യർക്ക് നൽകിയതായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് സന്മാർഗം ലഭിക്കണമെങ്കിൽ, ഹിദായത്തിൻ്റെ മാർഗം ലഭിക്കണമെങ്കിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗത്തെ പിൻപറ്റുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം ഒഴികെ ബാക്കി എല്ലാ മാർഗങ്ങളും വളഞ്ഞ മാർഗങ്ങളാണ്. അഥവാ അതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കലും സന്മാർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. ആ മാർഗങ്ങളൊന്നും ഒരിക്കലും മനുഷ്യന് ഇരുലോകത്തും വിജയം നൽകുന്ന മാർഗങ്ങളല്ല. എന്തെങ്കിലും ചെറിയ സുഖങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭങ്ങളും ലഭിച്ചേക്കാം. പക്ഷേ അതുകൊണ്ട് വലിയ രീതിയിലുള്ള വഴികേടാണ് മനുഷ്യന് ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് അള്ളാഹു നമ്മളിലോട്ട് അയച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടും പരിശുദ്ധ ഖുർആനെ അംഗീകരിച്ചുകൊണ്ടും നേരായ മാർഗത്തിൽ പ്രവേശിക്കുക. ഒരിക്കലും വളഞ്ഞ മാർഗത്തെ അഥവാ ഈ ഒരു മാർഗമല്ലാതെ മറ്റ് മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇതിൻ്റെ അവസാനമായി അള്ളാഹു അറിയിക്കുകയാണ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഈ സന്മാർഗത്തിലാക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ്. എല്ലാവരെയും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരാക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നതാണ്. പക്ഷേ ദുന്യാവ് പരീക്ഷണ കേന്ദ്രമാണ്. അള്ളാഹു ദുന്യാവിനെ ഒരു പരീക്ഷണമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മനുഷ്യന് സ്വന്തം ചിന്തിക്കാനും സ്വന്തം കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ദുന്യാവിൽ അള്ളാഹു നൽകി. ഇതിലൂടെ അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുകയാണ്. നേരായ മാർഗം തിരഞ്ഞെടുക്കുമോ, അതല്ല അള്ളാഹു വേണ്ട പാടില്ല എന്ന് പറഞ്ഞ വളഞ്ഞ മാർഗം തിരഞ്ഞെടുക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥമായ സന്മാർഗം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വക്രതയില്ലാത്ത ചൊവ്വായ മാർഗമാണ്. അതിൽ നിങ്ങൾ പ്രവേശിക്കുകയും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിനെ പറ്റിയും മനുഷ്യർക്ക് അള്ളാഹു നൽകിയ പല അനുഗ്രഹങ്ങളെ പറ്റിയും അറിയിക്കുകയാണ്. هو الذي أنزل من السماء ماء لكم منه شراب ومنه شجر فيه تسيمون. അള്ളാഹുവാണ് ആകാശത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി ജലമിറക്കിയത്. അതിൽ നിന്നും നിങ്ങൾ പാനം ചെയ്യുന്നു. നിങ്ങൾ കാലികളെ മേയ്ക്കുന്ന സസ്യങ്ങളും അതിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത്.
ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. അതിലൂടെ കൃഷിയും ഒലിവും ഈത്തപ്പനയും മുന്തിരിയും എല്ലാ പഴങ്ങളും അള്ളാഹു നിങ്ങൾക്ക് മുളപ്പിക്കുന്നു. ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഉന്നതമായ ചില കഴിവും മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹവും അറിയിച്ചിരുകയാണ്. ആകാശത്ത് നിന്ന് മഴയെ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ മറ്റാർക്കും ആകാശത്ത് നിന്നും മഴയെ വർഷിപ്പിക്കാൻ സാധിക്കുന്നതല്ല. മഴ എപ്പോൾ പെയ്യണം, എത്ര പെയ്യണം, അത് അനുകൂലമാകണമോ പ്രതികൂലമാകണമോ, ഇതെല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. അള്ളാഹു എങ്ങാനും മഴയെ പിടിച്ചു വെക്കുകയാണെങ്കിൽ മറ്റാർക്കും മഴ പെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹു എങ്ങാനും ഉറവകൾ ഇല്ലാതെയാക്കുകയും വെള്ളം ഇല്ലാതെയാക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണ് വെള്ളത്തെ കൊണ്ടുവരാൻ സാധിക്കുക? ഒരിക്കലും മനുഷ്യന് കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. മഴ പെയ്യുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. മഴ ചിലപ്പോൾ മനുഷ്യന് അനുകൂലമായിരിക്കും, ചിലപ്പോൾ മനുഷ്യന് പ്രതികൂലമായിരിക്കും. ഈ മഴയെ അനുകൂലമാക്കുന്നവനും പ്രതികൂലമാക്കുന്നവനും അള്ളാഹുവാണ്. അതുകൊണ്ട് മഴയെ നിയന്ത്രിക്കുന്നത്, മഴ പെയ്യുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ മഴ കാരണമാണ് മനുഷ്യന് ദുന്യാവിൽ ജീവിതം സുഖകരമാവുന്നത്. മഴ എങ്ങാനും അള്ളാഹു പിടിച്ചു വെക്കുകയാണെങ്കിൽ എത്ര ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ ബുദ്ധിമുട്ടിലായി പോകുന്നതാണ്. മനുഷ്യന് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നത് ഈ മഴ കാരണത്താലാണ്. ഈ ഭൂമിയിൽ സസ്യങ്ങൾ മുളയ്ക്കുന്നത്, മനുഷ്യൻ ഭക്ഷണമായി കഴിക്കുന്ന സസ്യങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, ഇതെല്ലാം മുളയ്ക്കുന്നത് ഈ മഴ കാരണമാണ്. മഴ എങ്ങാനും ഇല്ലാതെയാവുകയാണെങ്കിൽ, മഴ എങ്ങാനും അള്ളാഹു കാലാകാലത്തേക്ക് പിടിച്ചു വെക്കുകയാണെങ്കിൽ ഭൂമി വരണ്ടു പോകുന്നതാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമി ആയിത്തീരുന്നതാണ്. എത്ര വലിയ കെട്ടിടങ്ങളുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയായി തീരുന്നതാണ്. മഴ എങ്ങാനും അള്ളാഹു തആല പിടിച്ചു വെക്കുകയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങുന്ന അവസ്ഥയുണ്ടായിത്തീരും. അത്രയും വലിയ ബുദ്ധിമുട്ട് മനുഷ്യർക്ക് മഴയില്ലാതെയായാൽ വന്ന് ഭവിക്കുന്നതാണ്. അതുപോലെ സസ്യങ്ങളെ മുളപ്പിക്കുന്നതും അള്ളാഹു തആലയാണ്. അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലാണ് സസ്യങ്ങൾ മുളയ്ക്കുന്നത്. മനുഷ്യതിൻ്റെ ബാഹ്യമായ പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത്. അതിനെ കിളയ്ക്കുന്നു, വേണ്ട വിത്ത് വളമെല്ലാം ഇട്ടുകൊടുക്കുന്നു, വേണ്ട വെള്ളം കൊടുക്കുന്നു. ഇതിനെ മുളപ്പിക്കുന്നത് അള്ളാഹു തആലയാണ്. മുളച്ചു കഴിഞ്ഞാലും അതിലുള്ള ഫലങ്ങൾ ഭക്ഷിക്കാൻ യോഗ്യമാവണമോ വേണ്ടേ തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. മധുരമുള്ളതാകണമോ മധുരമില്ലാത്തതാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. കേടുള്ളതാവണോ കേടില്ലാത്തതാവണമോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. ഇതൊരിക്കലും മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. ഒരേ മരത്തിൽ ഉണ്ടാകുന്ന പഴങ്ങൾ, അതിൽ ചിലത് മധുരമുണ്ടാവും, ചിലത് കേട് വന്നു പോകും, ചിലത് മധുരം ഇല്ലാതെയാകും, ചിലതിൻ്റെ നിറം നല്ല നിറമായിരിക്കും, ചിലതിൻ്റെ നിറം മങ്ങിയതായിരിക്കും. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? മനുഷ്യൻ ഇട്ടുകൊടുക്കുന്ന വളവും വെള്ളവും ഒന്നു തന്നെയാണ്. പക്ഷെ ഒരേ മരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു. ഇത് നിയന്ത്രിക്കുന്നത് അള്ളാഹു തആലയാണ്, ഒരിക്കലും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതാനും ചില പഴവർഗ്ഗങ്ങളെ എടുത്തു പറയുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് അറബികളിലോട്ടാണ്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും പരിചിതമായ ചില ഫലങ്ങളുടെ പേരുകൾ പറഞ്ഞു എന്ന് മാത്രം. ഈത്തപ്പഴം, ഒലിവ്, മുന്തിരി, ഇതെല്ലാം അവർക്ക് പരിചിതമായ ഫലങ്ങളാണ്. അതിൻ്റെ പേരുകൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. കാരണം ആദ്യമായി അവരുടെ മുമ്പിലാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി അവർക്ക് പരിചിതമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അതിനോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, എല്ലാ ഫലങ്ങളും ഇതുപോലെ അള്ളാഹു തന്നെയാണ് മുളപ്പിക്കുന്നത്. മനുഷ്യൻ അറിയുന്നതും അറിയാത്തതും ഏതെല്ലാം ഫലങ്ങൾ ദുനിയാവിലുണ്ടോ അതെല്ലാം മുളപ്പിക്കുന്നത് അള്ളാഹു തആലയാണ്. ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം മുളപ്പിക്കുന്നത് അള്ളാഹു തആലയാണ്. മനുഷ്യൻ ബാഹ്യമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു തആലയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിച്ച് തരുന്നവൻ അള്ളാഹുവാണ്. ഭൂമിയിൽ നിന്നും സസ്യങ്ങളെ മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹു എങ്ങാനും മഴ പെയ്യണ്ടെന്ന് വിചാരിച്ചാൽ, സസ്യങ്ങൾ മുളപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്കോ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മറ്റ് വസ്തുക്കൾക്കോ ഈ രണ്ട് കാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും നിങ്ങൾക്ക് ദുനിയാവിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ ദുനിയാവിനെ സജ്ജീകരിക്കുകയും ചെയ്ത അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവാനെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്.
അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.